പണ്ടത്തെ പോലെ കച്ചവടം തരപ്പ് തന്നില്ലല്ലോ ഐദ്രോസെ. കയ്യില് പണം വരുന്നില്ല. അല്ലെങ്കിലും ഇപ്പോ നിക്കാരും നോമ്പൊക്കെ എല്ലാവർക്കും പണം പടച്ചോന് തോന്നി വെക്കും. ബ്രോക്കറേജ് തന്നെ ആൾക്കാര് മര്യാദക്ക് തരുന്നില്ല. ഞമ്മക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞു വാങ്ങുന്നുണ്ട്. അത് ഈ ചോദിക്കാതെ തന്നെ ആൾക്കാർ തരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇടിമുട്ടി ഐദ്രോസെ. എന്താ അങ്ങനെ നോക്കണ്? ഏയ്, ഞാൻ ആലോചിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച പാണ്ടിക്കാട്ടക്ക് ഞമ്മളൊരു കല്യാണം ഏർപ്പാടാക്കി കൊടുത്തു. എന്റെ ഐദ്രോസെ, ചെറുക്കന്റെ പൊര കാണണം. എന്താ വലുപ്പം! അവിടുത്തെ കാറ് കാണണം. വണ്ടി തട്ടി മരിക്കാൻ വിധിയുണ്ടെങ്കിൽ ആ കാറ് തട്ടി മരിച്ചണം. എന്നാ പിന്നെ മുന്നിക്കൂടെ ചാടിക്കൂടിനോ? ആരപ്പോ പുതിയ 2-3 ആൾക്കാര്? ആ, എനിക്ക് നല്ലൊരു കോളത്തോണ് മറക്കാരെ. എവിടെ പോയി? ആ, ഓൻ പോയ നന്നായിയാ. മുഴുവൻ എനിക്ക് തന്നെ എടുക്കാലോ. നിങ്ങൾ ആരെ തരീണത്? പാണ്ടിക്കാട്ടേക്ക് ഒരു കല്യാണം നടത്തി കൊടുത്ത ബ്രോക്കറെ നിങ്ങൾ അറിയോ? ഞാൻ തന്നെ എന്ന് പറയാ. കിട്ടണ മുഴുവൻ എനിക്ക് ഒറ്റക്ക് എടുക്കാലോ. ആ ആള് ഞാൻ തന്നെ. ഏയ്, അയാളല്പം കറുത്തിട്ടാന്നാ മുതലാളി പറഞ്ഞത്. ഞാൻ ആദ്യം കറുത്തിട്ടേനി. ഇപ്പൊ വെയിലൊക്കെ വാട കൊണ്ടുപോയിട്ട് വെളുത്തതാ. ആ ശരി, എങ്കിൽ കാർ കയറൂ. ഞാൻ ഈ കാറിൽ കയറുന്ന നാട്ടുകാരത് കാണില്ലേ? എന്റെ അമ്മോ! എന്റെ അമ്മോ! കാറിൽ കയറിയതാരും കണ്ടിട്ടില്ലെങ്കിലും ഇറങ്ങിയതെല്ലാ ആൺകളും കണ്ടിന്. ആ വരുന്നതാ ഉമ്മറാക്കന്റെ പോരാ പള്ളാർച്ചും കിട്ടിയിട്ട്. നിർത്ത്. അനക്കത് കിട്ടണം കൂർപ്പേ. എന്റെ ഏരിയ കയറിയിട്ട് എന്റെ കളി. ഉമ്മർട്ടിയാക്കന്റെ കുട്ടിക്ക് പുതിയാപ്പണ്ണ ഉണ്ടാക്കേണ്ട എന്റെ ഡ്യൂട്ടിയാ. അലിജി കയറി തലടണ്ട. എടോ, ചെയ്യണ പണിക്ക് കുറച്ചൊരു സത്യസന്ധത വേണം. അതെനിക്കില്ല. അത് അനക്കുണ്ടോ? തേച്ചുണ്ട്. എന്തേ? എന്നിട്ടാണല്ലോ പാണ്ടിക്കാട്ടിന്ന് വന്ന ടീമിനോട് എനിക്ക് കിട്ടാനുള്ള ചോദിച്ചു വാങ്ങിയത്. ആ കാര്യം മുണ്ടി എന്റെ മോന്തക്കിട്ട് ഞാൻ കീറും. കണ്ടോ, ഇത്ര എന്റെ ഒക്കെ ധൈര്യമുള്ളൂ. എന്നെ പേടിച്ച് പായണ പാച്ചില് കണ്ടില്ലേ? ഇനി എന്റെ ഏരിയയിലെങ്ങാനും എന്നെ കണ്ടുണ്ടെങ്കിൽ എന്റെ മുട്ടുംകാലിലെ ചേർച്ച ഞാൻ ഉടക്കോളോ. ആ ഐദ്രോസേ, ഒന്ന് നിൽക്ക്, ഒരു കാര്യം പറയട്ടെ.
പണ്ടൊരു കാര്യം പറഞ്ഞതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ലോ. എവിടേക്ക് നോക്കിട്ടാ ഹംസൊക്കെ പായണ്? ഏത് ബാപ്പാണ് അരിക്കാജ് പണിണ്? സുബ്ഹാനല്ലാഹ്, ദാ വരുന്നു റബ്ബേ. കള്ള നായ്ക്കളെ, നിങ്ങൾ ഇങ്ങൊക്കെ പാടിയോണ്ട് കൊന്നോളിയടാ. മതം പൊട്ടി പായ ആരെയുടെ കിട്ടി തുറന്നു വിട്ടേ. ഇങ്ങോട്ടൊന്ന് വരണോ പടച്ചോനെ? ഹൈദ്രോസേ, നിന്നെ തല്ലാനല്ല വിളിച്ചത്. അന്ന് ആളറിയാതെയാണ് നിന്നെ തല്ലിയത്. അതിന് പ്രായശ്ചിത്തമായി മുതലാളി കുറച്ച് കാശ് തന്നിട്ടുണ്ട്, അത് തരാനാ വിളിച്ചത്. എന്റെ തടിമാടന്മാരെ, എന്നാ നേരത്തെ പറഞ്ഞൂടേനോ? നിങ്ങൾ കാരനായി മണ്ടിന്റെ ഔത്തർച്ചും പതിരും കലങ്ങി പോയി. പിന്നൊരു സന്തോഷ വാർത്ത. ഇന്നു മുതൽ മുതലാളിയുടെ ആസ്ഥാന ബ്രോക്കറായി ഹൈദ്രോസിനെ നിയമിച്ചതായി മുതലാളി അറിയിച്ചിരിക്കുന്നു. ഇനി മുതൽ ഓരോ കൊല്ലവും മുതലാളിക്കുള്ള വിവാഹാലോചനകൾ നടത്തുന്നത് ഹൈദ്രോസ് ആയിരിക്കും. ഇനി ഹൈദ്രോസ് ചെയ്തു തരേണ്ട ഒരു സുപ്രധാന ജോലി കൂടി ബാക്കിയുണ്ട്. ഞങ്ങളെ പറ്റിച്ചു കിടന്ന ആ മരക്കാരെ എങ്ങനെയെങ്കിലും പാണ്ടിക്കാട്ടൊന്ന് എത്തിച്ചു തരണം. അത് ഞാൻ ഏറ്റു. ഓക്കേ. പിന്നെ എപ്പോഴെങ്കിലും ആളെ മാറി തല്ലാണ്ട് ഇങ്ങോട്ട് വന്നോണ്ടി, ഞാൻ ഇവിടെ ഉണ്ടാവും.